Honorable Prime Minister Sri Narendra Modi ji and other dignitaries, greetings to you all. This is a historic day as far as the state of Kerala is concerned. Major developmental projects are being inaugurated at Kasaragod in the north, Thrissur in the center, and at Thiruvananthapuram in the south of the state. The foundation stones of two projects under the Smart City project in the state capital are also being laid. We are extremely glad that the Honorable Prime Minister is here with us today to dedicate to the nation and to lay the foundation stone of these landmark projects. On behalf of the state government, let me assure him of our continued cooperation in projects that are being implemented together by the state and central government. In a federal structure such as ours, it is imperative for governments at various levels to work together for the benefit of the people. കേരളത്തെ സംബന്ധിച്ചിടത്തോളം സുപ്രധാനമായ ഒരു ദിവസമാണിത്. സംസ്ഥാനത്തിന്റെ വടക്കേ അറ്റം മുതൽ തെക്കേ അറ്റം വരെ വിവിധ പദ്ധതികൾ യാഥാർത്ഥ്യമാവുകയും തലസ്ഥാന നഗരിയിൽ സ്മാർട്ട് സിറ്റിയുടെ ഭാഗമായ 2 പദ്ധതികൾക്ക് തുടക്കം കുറിക്കുകയുമാണ്. പുഗലൂരിൽ നിന്ന് തൃശ്ശൂരിലേക്കുള്ള ഹൈ വോൾട്ടേജ് ഡയറക്റ്റ് കറന്റ് ലൈനിന്റെ ഉദ്ഘാടനം നടക്കുകയാണ്. ഇതിന്റെ ഭാഗമായി 2000 മെഗാവാട്ട് ശേഷിയുള്ള HVDC സ്റ്റേഷൻ തൃശ്ശൂരിൽ നിർമ്മിച്ചിട്ടുണ്ട്. 2017 ആരംഭിച്ച ഈ ലൈനിന്റെ പ്രവൃത്തികൾ സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ കഴിഞ്ഞതിൽ അതിയായ സന്തോഷമുണ്ട്. പദ്ധതിയുടെ പേരിൽ നഷ്ടങ്ങൾ ഉണ്ടായവർക്ക് കൃത്യമായ നഷ്ടപരിഹാരം നൽകിയും അതിന്റെ അധിക ബാധ്യത സംസ്ഥാന സർക്കാരും KSEBയും ഏറ്റെടുത്തു. പ്രാദേശിക പ്രശ്നങ്ങൾക്ക് കളക്ടർമാരുടെ നേതൃത്വത്തിൽ പരിഹാരം കണ്ടെത്തിയുമൊക്കെയാണ് 4000 കോടിയോളം രൂപ നിർമ്മാണ ചെലവുള്ള ഈ പദ്ധതി പൂർത്തീകരിച്ചത്. കാസർകോട്ടുള്ള സോളാർ പാർക്കിൽ അമ്പലത്തറയിൽ 50 മെഗാവാട്ട് നിലയം 2018 പൂർത്തിയാക്കിയിരുന്നു. ഇപ്പോൾ പൈവളികയിൽ 50 മെഗാവാട്ട് നിലയം കൂടി പൂർത്തിയാക്കിയിരിക്കുന്നു. സംസ്ഥാനത്തെ ഊർജ മേഖലയിൽ വലിയ കുതിച്ചുചാട്ടമാണ് കഴിഞ്ഞ 4.25 വർഷമായി ഉണ്ടായിട്ടുള്ളത്. അരുവിക്കരയിൽ വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റ് പ്രവർത്തന സജ്ജമാകുന്നതോടെ തിരുവനന്തപുരത്തെ 10 ലക്ഷത്തോളം ആളുകൾക്ക് ഇപ്പോഴുള്ള പ്രതിദിന ജലലഭ്യത 100 ലിറ്ററിൽ നിന്നും 150 ലിറ്ററായി ഉയരുകയാണ്. ഈ സർക്കാരിന്റെ കാലയളവിൽ 13 ലക്ഷം കുടിവെള്ള കണക്ഷനുകൾ നൽകാൻ കഴിഞ്ഞു. 21,42,000 ഗ്രാമീണ കുടുംബങ്ങൾക്ക് പൈപ്പിലൂടെ കുടിവെള്ളം ലഭ്യമാക്കാനുള്ള പദ്ധതിക്കും തുടക്കം കുറിച്ചിരിക്കുകയാണ്. തിരുവനന്തപുരം നഗരത്തെ സ്മാർട്ട് സിറ്റി മിഷന്റെ ഭാഗമായി കോർപ്പറേഷനും സംസ്ഥാന സർക്കാരും കേന്ദ്രവും കൂടെ ചേർന്ന് 1135 കോടി രൂപയുടെ പ്രവൃത്തികളാണ് തിരുവനന്തപുരം നഗരത്തിൽ സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ ഭാഗമായി നടപ്പാക്കുന്നത്. അതിൽ 94 കോടി രൂപ ചെലവ് ചെയ്താണ് ഇന്റഗ്രേറ്റഡ് കമാൻഡ് ആൻഡ് കൺട്രോൾ സെന്റർ യാഥാർത്ഥ്യം ആക്കുന്നത്. തിരുവനന്തപുരം നഗരത്തിലുള്ള 37 കിലോമീറ്റർ റോഡുകളെ 427 കോടി രൂപ ചെലവിട്ട് സ്മാർട്ട് റോഡുകളാക്കുകയാണ്. നടപ്പാതയും സൈക്കിൾ ട്രാക്കും ഉൾപ്പെടെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് റോഡുകളെ കൂടുതൽ സൗകര്യപ്രദമാക്കാനും CCTV സ്ഥാപിച്ച് പൊതുജനങ്ങളുടെ സുരക്ഷ ഉറപ്പുവരുത്താനുമാണ് ലക്ഷ്യമിടുന്നത്. വൈദ്യുതി, കുടിവെള്ളം, ഗതാഗതം, സർക്കാർ സേവനങ്ങൾ, അധികാര വികേന്ദ്രീകരണം ഇങ്ങനെ നിരവധി മേഖലകളിൽ ഗുണകരമായ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്ന പദ്ധതികൾക്കാണ് ഇന്ന് തുടക്കം കുറിക്കുന്നത്. Once again, I thank the Honorable Prime Minister for his presence. I hope that the projects being initiated today will make a marked difference in the lives of the people of Kerala. Thank you. Thank you very much, sir. And now we'll present a short film
on the 5 projects to be dedicated and foundation stone to be laid by our Honorable Prime Minister. Can we have the film, please? Kerala, God's own country, known for art and culture, backwaters and culinary charms, is experiencing development, transforming through modern infrastructure under the visionary leadership of Prime Minister Narendra Modi. We are at a historic point today. Our actions today will shape our growth trajectory in the years to come. India has the ability to rise to the occasion and contribute to global good. Our people have shown that with the right opportunity, they can do wonders. Let us keep working to create those opportunities. Together, we will build an Atmanirbhar Bharat. Over the last 7 years, continued efforts of the Government of India in the power sector has propelled growth, and under the robust leadership, access to electricity has been provided to every household through the Saubhagya scheme. All census-inhabited villages have been electrified under the flagship scheme of Deen Dayal Upadhyay Gram Jyoti Yojana, which benefits each and every Indian, ensuring Sabka Saath, Sabka Vikas, Sabka Vishwas. With creation of one nation, one grid, one frequency, power can be transferred to any part of the country. In line with vision of Atmanirbhar Bharat, Kerala is strengthening the nation's resolve as it is getting today India's first HVDC power transmission project based on voltage source converter technology by Government of India at Thrissur. The project will evacuate 2000 megawatt of power from western region to Kerala, ensuring uninterrupted power supply, benefiting agriculture, industries and households of the state. Built at a cost of Rs 5,070 crore, this system consists of 2 HVDC terminal stations at Pugalur and Thrissur and a 320 kV HVDC line. This state-of-the-art system strengthens the power infrastructure of Kerala and has optimized tower design and 27-kilometer underground cabling to reduce the right-of-way requirements. Firmly committed to the sustainable development, the country's leadership took several initiatives such as spearheading the International Solar Alliance, development of solar parks and green energy corridors in country to promote clean power. Towards fulfillment of ambitious target of 175 gigawatt of installed capacity from renewable energy sources by 2022, the Government of India has set up a 50 megawatt solar plant at Kasaragod, Kerala. The entire clean and green power from the plant, set up with an investment of 280 crore rupees, is committed to Kerala. The capacity utilization factor of the project was upgraded to 23% from initial 19% by adopting innovative design. Apart from these powering initiatives, Government of India's Amrit scheme is being implemented in Kerala for ensuring clean drinking water and handling household sewage. A 75 MLD water treatment plant in Thiruvananthapuram will benefit 2.5 lakh households of Aruvika and adjoining areas, leading to 50% increase in availability of drinking water to around 10 lakh citizens. The Kerala Water Authority undertook the task of implementing this project in 2018 at an estimated cost of 70 crore rupees. For overall development of the state, 37-kilometer roads are being converted to smart roads with multi-utility underground ducting of electricity, water and telephone lines at Thiruvananthapuram. This about 427 crore rupee project involves road junction improvement, smart upgradation of carriageways, footpaths and cycle tracks, street furniture and landscaping, which will add to the beauty of the city. Another step towards building aesthetic look and maintenance of the smart city is the Integrated Command and Control Center at Thiruvananthapuram, which will serve as nerve center for managing city's operations and monitoring administrative components through creation of One City, One Mobile application, automated smart mobile meter,
GPS-based vehicle tracking system, environmental sensors, automated parking system, on, off-street, traffic and safety command control center. This 94 crore rupee project will bring world-class mobility and infrastructure, enhancing ease of living and propel all-round growth. All these projects involve investment of rupees 5,941 crore and will continue to contribute towards overall economic and social development of the state. Inauguration of 2000 megawatt Pugalur-Thrissur Power Transmission Project, solar power project of 50 megawatt capacity at Kasaragod, 75 MLD water treatment plant at Aruvikara, laying of the foundation stone, world-class smart road of 37 km length at Thiruvananthapuram, integrated command and control center at Thiruvananthapuram, today by Prime Minister Narendra Modi. The Honorable Prime Minister will now inaugurate the 3 projects and lay foundation stone of 2 projects. I first request the Honorable Prime Minister to kindly inaugurate Power Grids Pugalur-Thrissur 2000 megawatt voltage source converter based HVDC project and TSDC's solar power project of 50 megawatt at Kasaragod, Kerala by pressing the remote button. Honorable Prime Minister. Now I request the Honorable Prime Minister to kindly inaugurate the 75 MLD water treatment plant at Aruvikara and lay foundation stones of a smart road project at Thiruvananthapuram and foundation stone of integrated command and control center at Thiruvananthapuram. Prime Minister. I now request the Honorable Prime Minister to kindly address the gathering. Sir.